ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് കൂടെയാണ്. ക്യാരറ്റ് ഡയറ്റ് കേക്ക് എന്നാണ് ഈ കേക്കിനെ പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചൂടായ പാനിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് അനക്കാതെ വെച്ചിരിക്കുക. ഹൈ ഫ്ലെയിമിലാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ ഉരുകി വരും. ആ സമയത്ത് ഒരു തടി ഉള്ള സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഉരുകി വരുന്ന സമയം തൊട്ട് തീ ലോ ഫ്ലെയിമിലിട്ടോണേ. കരിഞ്ഞു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും. ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതുപോലെ കളറായ ശേഷം ഒരു 1/4 കപ്പ് വെള്ളം, അത് ദൂരോട്ട് നിന്ന് ഒഴിക്കണേ, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി നമുക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും. അത് നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും അതൊക്കെ ഉരുകി നല്ല വെള്ളം പോലെയാകും. ഇതുപോലെയാകും. ആ സമയത്ത് നമുക്ക് ഒരു 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു 10 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്കിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് വേവിച്ച് വറ്റിപ്പോകണ്ട. അല്പം വെള്ളം കിടക്കെ തന്നെ എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. കാരണം തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഇത് കട്ടിയാകും. ക്യാരറ്റ് ഈന്തപ്പഴം വിളയിച്ച് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കുക, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യുക. ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് 20 സെക്കൻഡ് വെച്ച് 3 പ്രാവശ്യം ഹൈ സ്പീഡിൽ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സിയിൽ എടുത്ത മുട്ടയുടെ ബാറ്റർ നമുക്ക് ഒരറ്റത്തോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ് കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ശേഷം എഗ് ബാറ്ററിലേക്ക് നമ്മൾ വിളയിച്ച് വെച്ചിരുന്നില്ലേ ക്യാരറ്റ് ഈന്തപ്പഴം, അതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, ഈ രീതിയാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഈ രീതിയിൽ നമുക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ചേർത്ത് അരിച്ച് വെച്ചിരുന്നില്ലേ, ആ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ 2-3 സ്റ്റെപ്പായിട്ടിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുത്തി ഇളക്കരുതേ, എങ്കിൽ ബാറ്റർ താന്നു പോകും. അതുകൊണ്ട് സാവകാശം സമയമെടുത്ത് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലാസ്റ്റ് ഇടുന്ന മൈദപ്പൊടിയിൽ കൂടത്ത് ബദാം കൂടെ കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു പാത്രം, അലുമിനിയത്തിലൊരു പാത്രം എടുത്താൽ മതി. അതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ട് ശേഷം ഈ ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത ശേഷം നമുക്ക് ഈർക്കിലോ ടൂത്ത് പിക്കോ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകും. അതിനുശേഷം അതിൻ്റെ പുറത്ത് ഞാൻ കാഷ്യൂസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ. പിന്നെ ഞാൻ ഈ കേക്ക് ഓവനിലല്ല ചെയ്യുന്നത്, അലുമിനിയം പാത്രത്തിലാണ്. ഞാൻ ബേക്കിംഗ് ചെയ്യാൻ തുടങ്ങിയത് തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് ഈ അലുമിനിയം പാത്രം. ഇതിൽ വെച്ച് തന്നെയാണ് ഞാൻ 2 വർഷവും കേക്ക് ഉണ്ടാക്കിയതും സെയിൽ ചെയ്തതും. അതിനുശേഷമാണ് ഞാൻ ഓവൻ മേടിച്ചത്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിരുന്ന അലുമിനിയം പാത്രത്തിലേക്ക് നമുക്ക് ഈ ബാറ്റർ എടുത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണേ. തുറന്ന് നോക്കിയ ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ല എന്നെങ്കിൽ കറക്റ്റ് കുക്കായി എന്നാണ് അർത്ഥം. പറ്റി പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വച്ച് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം.
കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഒരു ടവൽ വെച്ച് മൂടി വയ്ക്കുകയാണ്. കാരണം അതിൻ്റെ ചൂട് കൊണ്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ടവൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളതും കഴിക്കാൻ ടേസ്റ്റും ആയിട്ടുള്ള ക്യാരറ്റ് ഡയറ്റ്സ് കേക്ക് റെഡിയാണ്. ഇത് നമുക്കൊന്ന് പീസ് ചെയ്യുക. നല്ല പോലെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് അടിപൊളി ടെക്സ്ചറിൽ നമ്മുടെ ക്യാരറ്റ് ഡയറ്റ്സ് കേക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ്. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.